സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റാൻഡമൈസ്ഡ് അപ്രോച്ച് ആണ്. റാൻഡമൈസ്ഡ് അപ്രോച്ച് എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലത്തിന്റെ എക്സാക്ട് സൊല്യൂഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷനിലാണ്. അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് സ്യൂട്ടഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും നമുക്ക് റാൻഡമൈസ്ഡ് അപ്രോച്ച് അപ്ലൈ ചെയ്യാം. അപ്പം ഈ റാൻഡമൈസ്ഡ് അപ്രോച്ചിലെല്ലാം ഒരു റാൻഡംനെസ് ഇൻകോർപ്പറേറ്റ് ചെയ്യും ടു ഗെറ്റ് ദ ഡിസൈഡ് ഔട്ട്കം. അപ്പോൾ അത് റാൻഡംനെസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഈ റാൻഡമൈസ്ഡ് അപ്രോച്ച് സാധാരണയായിട്ട് നമ്മുടെ എല്ലാ പോസിബിൾ സൊല്യൂഷൻസും ട്രൈ ചെയ്ത് നമുക്ക് എന്ന് വെച്ചാൽ സാമ്പിളിംഗ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എൻ്റയർ പോപ്പുലേഷനിൽ ചിലപ്പം ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ആ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ റാൻഡമൈസ്ഡ് അപ്രോച്ച് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ള രണ്ട് മെയിൻ പ്രോബ്ലമാണ്. ഒന്നാമത്തെ പ്രോബ്ലം കൂപ്പൺ പ്രോബ്ലവും രണ്ടാമത്തത് ഹാറ്റ് പ്രോബ്ലവുമാണ്. നമുക്ക് ആദ്യം കൂപ്പൺ പ്രോബ്ലം നോക്കാം. കൂപ്പൺ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി ജീൻസ് സെല്ല് ചെയ്യാണ്. ഓരോ പെയർ ജീൻസ് വാങ്ങുന്ന ആൾക്കും അവരൊരു കൂപ്പൺ ഫ്രീ ആയിട്ട് കൊടുക്കും. കമ്പനിയുടെ കയ്യിൽ ഒരു 10 ഡിഫറെൻറ്റ് കൂപ്പൺ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഈ 10 ഡിഫറെൻറ്റ് കൂപ്പണും കിട്ടുന്ന ഒരാൾക്ക് ആ കൂപ്പണുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രീ ജീൻസ് കിട്ടും. 10 ഡിഫറെൻറ്റ് കൂപ്പൺസ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 10 ഡിഫറെൻറ്റ് കൂപ്പൺ ഒരാൾക്ക് കിട്ടിപ്പോയാൽ അയാൾ അതുമായിട്ട് കമ്പനിയിൽ തിരിച്ചു വന്നാൽ അയാൾക്കൊരു ഫ്രീ ജീൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര ജീൻസ് വാങ്ങിച്ചാലായിരിക്കും അയാൾക്കൊരു ഫ്രീ ജീൻസ് കിട്ടുക? ഇതാണ് കൂപ്പൺ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല, നമുക്ക് ഇതിനൊരു ഡെഫിനൈറ്റ് അൽഗോരിതം എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റാൻഡമൈസേഷൻ അപ്രോച്ചാണ് ചെയ്യുന്നത്. റാൻഡമൈസേഷൻ അപ്രോച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സിറ്റുവേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരാളെ കൊണ്ട് ഇങ്ങനെ പെയർ ഓഫ് ജീൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അയാൾക്ക് കൂപ്പണുകൾ കിട്ടുന്നു. 10 ഡിഫറെൻറ്റ് കൂപ്പണുകൾ എപ്പോഴാണ് അയാൾക്ക് കിട്ടിയതെന്ന് നോക്കുന്നു. ഉദാഹരണമായിട്ട് അയാൾ ഒരു പക്ഷേ 100 പ്രാവശ്യം പർച്ചേസ് ചെയ്തപ്പോഴായിരിക്കും അയാൾക്ക് 10 ഡിഫറെൻറ്റ് കൂപ്പൺ കിട്ടിയേക്കുക. സോ അപ്പോൾ അയാൾക്കൊരു ഫ്രീ ജീൻസ് കിട്ടി. അപ്പോൾ അവിടെ നമ്മളൊരു കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ടോട്ടൽ ജീൻസ് എത്ര വാങ്ങിച്ചു. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇപ്പം പെർഫോം ചെയ്തത്. ഇതേപോലെ വീണ്ടും അടുത്ത ട്രയൽ വീണ്ടും നടത്തുന്നു. വീണ്ടും നമ്മൾ ആളെ കൊണ്ട് ജീൻസ് പർച്ചേസ് ചെയ്യിക്കുന്നു, കൂപ്പൺ കളക്ട് ചെയ്യുന്നു. ചിലപ്പോൾ അയാൾ 50 പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അയാൾക്ക് എന്ത് കിട്ടി? ഒരു ഫ്രീ ജീൻസ് കിട്ടിയായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ n പ്രാവശ്യം ട്രയൽസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, n പ്രാവശ്യം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സമയത്തുള്ള ടോട്ടൽ ജീൻസിൻ്റെ കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ടോട്ടൽ ജീൻസ് കൗണ്ട് ബൈ നമ്പർ ഓഫ് ട്രയൽസ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് ആവറേജ് മനസ്സിലാകുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പറയുന്നു ആവറേജ് ആയിട്ട് ഏകദേശം ഇത്ര പ്രാവശ്യം ജീൻസ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ കൂപ്പൺ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. ഇത്ര പ്രാവശ്യം ജീൻസ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? n ഡിഫറെൻറ്റ് കൂപ്പൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒരു ഫ്രീ ജീൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ വി ആർ ഡൂയിങ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എത്താൻ വേണ്ടിയിട്ട് ടോട്ടൽ ജീൻസ് ബോട്ടം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 ആക്കി സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോ പ്രാവശ്യവും ജീൻസ് വാങ്ങുമ്പോൾ ഈ കൗണ്ട് കൂട്ടി പോന്നു. ഇനി കൂപ്പൺസ് കളക്റ്റഡ് എന്ത് ചെയ്യുന്നു? എത്ര ഡിഫറെൻറ്റ് കൂപ്പൺസ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂപ്പൺസ് കളക്റ്റഡ്. ഇവിടെ നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. കാരണം സെറ്റിൻ്റെ പ്രത്യേകത എന്താ? സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ അലൗ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് n ഡിഫറെൻറ്റ് കൂപ്പൺ കിട്ടുന്നു എന്നുള്ള ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് കൂപ്പൺസ് കളക്റ്റഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ഡിഫറെൻറ്റ് കൂപ്പൺ കമ്പനി എത്ര ആണ്? 10 ആണോ 20 ആണോ എന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് കൂപ്പൺസ് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? ഓരോ പ്രാവശ്യവും കൂപ്പൺസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഒരു പെയർ ഓഫ് ജീൻസ് വാങ്ങുന്നു. ആ സമയത്ത് ടോട്ടൽ ജീൻസ് ബോട്ടിനകത്ത് കൗണ്ടർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അപ്പം കിട്ടിയ കൂപ്പൺ നമ്മൾ കളക്റ്റഡ് കൂപ്പണിലോട്ട്, ഇവിടെ നമ്മളൊരു കളക്റ്റഡ് കൂപ്പൺ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടല്ലോ, കൂപ്പൺസ് കളക്റ്റഡ്, അതിനകത്തോട്ട് ആ കിട്ടിയ കൂപ്പൺ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി അതിന് ശേഷം നമ്മൾ നമ്മൾ നോക്കുന്നു നമ്മുടെ കയ്യിൽ n ഡിഫറെൻറ്റ് കൂപ്പൺ കിട്ടിയോ എന്ന് നോക്കുന്നു. ഇല്ല എങ്കിൽ n ഡിഫറെൻറ്റ് കൂപ്പൺ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ വീണ്ടും ജീൻസ് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കൂപ്പണും കിട്ടുന്നിടം വരെ നമ്മൾ ജീൻസ് പർച്ചേസ് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ബൈയിങ് പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ്സ് ഇവിടെ നമ്മളുടെ ഈ കേസിൽ നമ്മൾ 1,00,000 ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ബോട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് എന്ന് വെച്ചാൽ ആദ്യം ഒരു പ്രാവശ്യം ഒരു ട്രയലിൽ നമ്മൾ 100 ജീൻസ് പർച്ചേസ് ചെയ്തപ്പോഴായിരിക്കും നമുക്ക് ഡിഫറൻറ്റ് കൂപ്പൺ കിട്ടിയത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് അവിടെ 100. നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റേഷൻസ് റെപ്പിറ്റേഷൻസ് ഒരു പ്രാവശ്യം. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഈ ട്രയൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പം 75 പ്രാവശ്യം നമ്മൾ ജീൻസ് വാങ്ങിച്ചപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടിയത്, ഒരു ഫ്രീ ജീൻസ് കിട്ടിയത്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ കേസിൽ നമ്മൾ 1,00,000 പ്രാവശ്യം ഈ ട്രയൽ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആവറേജ് നമ്പർ ഓഫ് ജീൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഏകദേശം ഇത്രയും പ്രാവശ്യം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്കൊരു ഫ്രീ ജീൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ദിസ് ഈസ് ദ വേ വി ഡു ദിസ്. അപ്പം നമുക്ക് അതിനകത്ത് നോക്കാം. ഇവിടെ നമ്മൾ മെയിൻ പ്രോഗ്രാം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, ഞാൻ മൗസ് വെച്ചേക്കുന്നിടത്ത്. അതിനകത്ത് നമ്മൾ 10 n=10 എന്ന് പറഞ്ഞാൽ 10 ഡിഫറൻറ്റ് കൂപ്പണാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഞാൻ എക്സ്പെക്റ്റഡ് ജീൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ ഇവിടെ 10 ആയിട്ട് വരുന്നു. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് 1 lakh അല്ല, 10,000 പ്രാവശ്യം, 10,000 എന്നാണ് കാണിച്ചേക്കുന്നത്. ഇനിഷ്യലി ടോട്ടൽ ജീൻസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഈ തുടങ്ങുമ്പോൾ ഈ പ്രോസസ്സ് ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് നമ്പർ ഓഫ് സിമുലേഷൻസ് 10,000 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐയുടെ വാല്യൂ ഇനിഷ്യലി 0 ആവുന്നു. ആ 0 ആവുന്ന പ്രാവശ്യം ഈ താഴെയുള്ള ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. ഇനിഷ്യലി കൂപ്പൺസ് കളക്റ്റഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എന്താക്കി, സെറ്റ്, ഒരു എംറ്റി സെറ്റാക്കി ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഈ കൂപ്പൺ കളക്റ്റഡ് ഒരു എംറ്റി സെറ്റാണ്. ജീൻസ് ബോട്ട് ഇനിഷ്യലി 0 ആണ്. ഇനി ഒരു വൈൽ ലൂപ്പിലോട്ട് കയറുകയാണ്. അവിടെ നമ്മൾ കൂപ്പൺസ് കളക്റ്റഡ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ലെങ്ത് എടുക്കുന്നു. അത് n ആണെങ്കിൽ, അപ്പം (10) ആണെങ്കിൽ നമ്മൾ ഇവിടെ കയറുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെയർ ഓഫ് ജീൻസ് വാങ്ങുന്നു. അതിന് വേണ്ടിയിട്ട് ജീൻസ് ബോട്ട് എന്താക്കി, ജീൻസ് ബോട്ട് +1 ആക്കി. എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ജീൻസ് നമ്മളിപ്പം വാങ്ങുന്നു എന്നാക്കി. ഓക്കെ, അപ്പം നമുക്കൊരു കൂപ്പൺ കിട്ടണമല്ലോ. ആ കൂപ്പൺ റാൻഡം എന്ന് പറയുന്ന പാക്കേജിന്റെ സഹായത്തോടെ ഒരു റാൻഡം നമ്പർ 1,n എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള നമ്പറിൽ നിന്ന് ഒരു റാൻഡം നമ്പർ ആയിരിക്കും ഈ റാൻഡം വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ കൂപ്പൺ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നു. ആ കൂപ്പൺ കളക്റ്റഡ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അതെന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കൂപ്പൺസ് കളക്റ്റഡ് എന്ന് പറഞ്ഞ സെറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ റെപ്പറ്റീഷൻ വന്നാലും ഇത് ഒരെണ്ണേ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യം ഒരു കൂപ്പൺ കളക്റ്റഡ് 2 വന്നു, പിന്നെയും 2 വന്നാൽ ഒരു 2 മാത്രമേ ഈ കൂപ്പൺ കളക്റ്റഡ് എന്ന് പറഞ്ഞ സെറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ജീൻസിലോട്ട് ജീൻസ് ബോട്ട്, ടോട്ടൽ ജീൻസ് പ്ലസ് ഇപ്പോൾ ഉള്ള ജീൻസ് ബോട്ട് 1 ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുന്നു. ഈ വൈൽ ലൂപ്പ്, നമ്മൾ ഈ ഇന്നർ ഫോർ ലൂപ്പിനുള്ളിലെ ഈ വൈൽ ലൂപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഈ കൂപ്പൺ കളക്റ്റഡിൻ്റെ അവിടെ 10 ഡിഫറൻറ്റ് കൂപ്പൺ ആവുന്നിടം വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ലെങ്ത് ഓഫ് കൂപ്പൺ കളക്റ്റഡ് (n) ആണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ (n) വരുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത്. ക്ലിയർ ആണോ? ആ സമയത്തെല്ലാം നമ്മൾ ടോട്ടൽ ജീൻസിൻ്റെ അവിടോട്ട് ഓരോ പ്രാവശ്യവും ജീൻസ് ബോട്ട് ചെയ്യുന്ന സമയത്ത് അത് ടോട്ടൽ ജീൻസിലോട്ട് ആഡ് ചെയ്യപ്പെടുന്നു. കൂപ്പൺ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റാൻഡം വേരിയബിൾ ഉപയോഗിക്കുന്നു. റാൻഡം ഫംഗ്ഷൻ അല്ലെങ്കിൽ റാൻഡം എന്ന് പറയുന്ന പാക്കേജിന്റെ സഹായത്തോടെ ഒരു റാൻഡം നമ്പർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, കൂപ്പൺ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അൽഗോരിതത്തിൽ റാൻഡമൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു റാൻഡം നമ്പർ ജനറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ട്രയലിൽ എത്ര പ്രാവശ്യം ജീൻസ് വാങ്ങി വന്നു എന്നുള്ളത് ഇൻഫർമേഷൻ ടോട്ടൽ ജീൻസിലുണ്ടാവും. ക്ലിയർ ആണോ? ഇപ്പം നമ്മളുടെ നമ്പർ ഓഫ് സിമുലേഷൻ അല്ലെങ്കിൽ ഐയുടെ വാല്യൂ, ഫോർ ലൂപ്പിൽ ഐയുടെ വാല്യൂ 1 ആവുമ്പോഴാണ്, ഐയുടെ വാല്യൂ 0 ആവുമ്പോഴാണ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തത്. ഇനിയും വീണ്ടും ഇത് ഈക്വൽ ആവുമ്പോഴായിരിക്കുമല്ലോ പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷം നമുക്കൊരു ഫ്രീ ജീൻസ് കിട്ടുമ്പോഴായിരിക്കും ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ഈ ഫോർ ലൂപ്പിന്റെ ബിഗിനിങ്ങിൽ എത്തുക. ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആവുന്നു. അവിടെ നമ്മൾ വീണ്ടും റീഇനിഷ്യലൈസ് ചെയ്യുകയാണ്. കൂപ്പൺസ് കളക്റ്റഡ് എംറ്റി സെറ്റ് ആക്കുന്നു, ജീൻസ് ബോട്ട് ഇനിഷ്യലി 0 ആക്കുന്നു. വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ടോട്ടൽ ജീൻസ് മാത്രം എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ സിമുലേഷൻ 10,000 പ്രാവശ്യം ഇത് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഓരോ എക്സ്പെരിമെന്റേഷനിലും നമ്മൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എപ്പോഴാണ്, ഒരു ഫ്രീ ജീൻസ് കിട്ടുമ്പോഴാണ് പുറത്തിറങ്ങുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മളുടെ ടോട്ടൽ ജീൻസിൽ എത്ര പ്രാവശ്യം ടോട്ടൽ ജീൻസ് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ 10,000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ ഞാൻ 1 ലക്ഷമോ 2 ലക്ഷമോ ജീൻസ് വാങ്ങിച്ചപ്പോഴായിരിക്കും എനിക്ക് എന്ത് കിട്ടുക, ഈ ഫ്രീ ജീൻസ് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ,
അപ്പം ആ ടോട്ടൽ ജീൻസ് കൗണ്ട് ഞാനിവിടെ മെയിൻറ്റെയിൻ ചെയ്തു. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സിമുലേഷൻസ്. ഈ എക്സ്പെരിമെൻറ്റേഷൻ 10,000 പ്രാവശ്യം സിമുലേറ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതിൽ നിന്നും എക്സ്പെക്റ്റഡ് നമ്പർ അല്ലെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് ജീൻസ് ബോട്ട് എന്ന് കിട്ടും. അതായിരിക്കും നമ്മളുടെ ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഒരു എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹാഡ് പ്രോബ്ലം ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഹാഡ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. n ഡിഫറൻറ്റ് പീപ്പിള് ഒരു പാർട്ടിക്ക് പോകുന്നു. ആ പാർട്ടിക്ക് കയറുന്നതിന് മുമ്പ് അവർ അവിടെ നിൽക്കുന്ന ഒരു പേഴ്സൺ, ഹാറ്റ് ചെക്ക് പേഴ്സൺ എന്ന് പറയാം. ആ ഹാറ്റ് ചെക്ക് പേഴ്സണിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹാറ്റ് കൊടുക്കുന്നു. ഓക്കെ. ഇനി പാർട്ടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പം നമ്മൾ നമ്മുടെ ഹാറ്റ് കളക്ട് ചെയ്യണം. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ സാധനം നമുക്ക് തിരിച്ച് കളക്ട് ചെയ്യണമല്ലോ. അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ ആളല്ല ഇപ്പം നിൽക്കുന്ന ആൾ. ഓക്കെ. അയാൾ നമുക്ക് തിരിച്ച് എന്ത് ചെയ്യുന്നു? ഹാറ്റ് റിട്ടേൺ ചെയ്യുന്നു. നമുക്ക് തിരിച്ച് ഹാറ്റ് തരുന്നു. അപ്പോൾ അയാൾ നമുക്ക് നമ്മുടെ തന്നെ, കാരണം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഹാറ്റ് ചെക്ക് പേഴ്സൺ അല്ല തിരിച്ചിറങ്ങുമ്പോൾ ഉള്ള ഹാറ്റ് ചെക്ക് പേഴ്സൺ. അപ്പോൾ അയാൾ നമുക്ക് തന്നെ തരാൻ, നമ്മുടെ ഹാറ്റ് തന്നെ തരാൻ ഉള്ള ചാൻസ് എത്ര? വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ എത്ര പേർക്ക് അയാൾ കറക്റ്റായിട്ട് അവരുടെ തന്നെ ഹാറ്റ് കൊടുത്തു? അതാണ് ഹാറ്റ് പ്രോബ്ലം. എത്ര പേർക്ക് അയാൾ കറക്റ്റായിട്ട്, ഉദാഹരണമായിട്ട് ഞങ്ങൾ 10 പേര് പാർട്ടിക്ക് കയറി. 10 പേരും അവരവരുടെ ഹാറ്റ് ആർക്ക് കൊടുത്തു? ഹാറ്റ് ചെക്ക് പേഴ്സണിന് കൊടുത്തു. പാർട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പം വേറൊരാളാണ് നിൽക്കുന്നത്. അയാൾ എനിക്ക് എൻ്റെ തന്നെ ഹാറ്റ് തരാൻ എത്രയാണ് ചാൻസ്? അങ്ങനെ ഞങ്ങൾ ഈ 10 പേർക്കും കറക്റ്റായിട്ട് എത്ര പേർക്ക് അയാൾ കറക്റ്റായിട്ട് ഹാറ്റ് തന്നു? ഇതാണ് ഹാറ്റ് പ്രോബ്ലം. ഇതിൻ്റെ നമുക്ക് സൊല്യൂഷൻ പ്രോഗ്രാം അടുത്ത വീഡിയോയിൽ നോക്കാം.